എഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹുമാന്യനായ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ശ്രീ അസുല്ലായി, ശ്രീ KM ചന്ദ്രശേഖർ, ശ്രീ രവിചന്ദ്രൻ നായർ, ഈ പുസ്തകത്തിൽ എഴുത്തുകാരായി മാറിയ പ്രിയപ്പെട്ടവരെ, മറ്റ് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഞാനൊരു കുറ്റസമ്മതം നടത്തുകയാണ്. ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചില്ല. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി ആവുമ്പോഴല്ല, അതിന് മുമ്പ് സാധാരണയായി എല്ലാ പുസ്തകവും വായിച്ചിട്ടാണ് സാധാരണ പോകാറുള്ളത്. ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ബഹളത്തിലായിരുന്നു. അവസാനത്തെ ആഴ്ചയാണ്. പിന്നെ ബഡ്ജറ്റ് കഴിഞ്ഞ 3 ദിവസം അതിൻ്റെ ചർച്ചയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അസംബ്ലിയിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ബഡ്ജറ്റിന് മറുപടി പറഞ്ഞിട്ടാണ് ഞാൻ നേരെ വരുന്നത്. 1.5 മണിക്കൂർ അവിടെ സംസാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസത്തെ രാത്രിയിൽ അതേ ബുദ്ധിമുട്ട് തന്നെ ബജറ്റിൻ്റെ ലാസ്റ്റ് കൺക്ലൂഷൻ നടത്തുന്ന സമയത്ത് തലേ രാത്രി ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. കാരണം പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്ന 300 കോടി രൂപയുടെ വർക്കിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലായി. എങ്കിലും ഞാൻ ഈ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കി. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി, വളരെ സന്തോഷവും തോന്നി. ഞാൻ ചന്ദ്രശേഖർ സാറിനെയും TP ശ്രീനിവാസ സാറിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കേരളത്തിലുമായി ബന്ധമുള്ള കേരള കേഡറിലും മലയാളികളായി കേരള കേഡറിന് പുറത്തുണ്ടായിരുന്നവരും മലയാളികളല്ലാത്തവരുമായ സിവിൽ സർവീസിലെ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ, പോലീസ് സർവീസിലെ, ഫോറസ്റ്റ് സർവീസിലെ, ഫോറിൻ സർവീസിലെ ആയിട്ടുള്ള റിട്ടയർ ചെയ്ത ആളുകളുടെ ഒരു കൂട്ടായ്മ, ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ നിന്നാണ് ഈ ആശയം ഉയർന്നു വന്നത്. അവർ കേരളത്തെക്കുറിച്ചുള്ള അവരുടെ എക്സ്പീരിയൻസ് വളരെ നന്നായി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ ഞാനിവിടെ നടത്തേണ്ട പ്രസംഗം ഇന്നത്തെ ബജറ്റിൽ അവസാനം നടത്തിയ പ്രസംഗം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം കേരളത്തെക്കുറിച്ചാണ് നമ്മുടെ ചില ധാരണകൾ, കേരളത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, നല്ല ധാരണകൾ, തെറ്റായ ധാരണകൾ, നിരവധി വർഷക്കാലമായി നമ്മൾ തലയിൽ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ, അതെല്ലാം ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പല ആർട്ടിക്കിൾസും ഞാൻ നോക്കി. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിന്ന് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു സമീപനവും നമ്മുടെ കേരളത്തിന് ഉണ്ടായ മതിയാവും. നമ്മൾ സ്വയം പൊക്കി നമ്മൾ ഭയങ്കര സംഭവമാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കേരള മോഡൽ എന്ത് പറഞ്ഞാലുള്ളൊരു മറുപടിയാണ് കേരള മോഡൽ. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കേരള മോഡൽ എന്ന് പറയുന്നതിൻ്റെ ഒരു ഒറിജിനേറ്റ് ചെയ്തത് മിഷണറിമാരുടെ കാലത്ത്, പിന്നെ രാജാക്കന്മാരുടെ കാലത്ത് അത് തുടർന്നു. തീർച്ചയായിട്ടും ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അത് കണ്ടിന്യൂ ചെയ്തു, പ്രത്യേകിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ അത് തുടർന്നു കൊണ്ടുവന്നു. പക്ഷെ കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ടായി നമ്മൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവും ഇല്ല, ഒരു മാറ്റം. എന്ത് പറഞ്ഞാലും കേരള മോഡലിൻ്റെ അഹങ്കാരം. പക്ഷെ ആ കേരള മോഡൽ എവിടെ എത്തി നിൽക്കുന്നു? എങ്ങോട്ടും ചലിക്കാനാവാതെ തളർന്നു നിൽക്കുകയാണ്. ഇത്രയും മാത്രം ഐഡിയാസ് ഉള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല കേരളത്തിൽ. എനിക്ക് തന്നെ ഇഷ്ടം പോലെ ഐഡിയാസ് ആളുകൾ എല്ലാവരും തന്നു. ഐഡിയാസിന് ഒരു കുറവുമില്ല. പക്ഷേ ആ ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇതിലുള്ള ഡിലേ ആണ് നമ്മൾ ഞെട്ടിക്കുന്നത്. ഇതിൽ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഞാൻ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞു, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മുടെ എക്സ്ചക്കറിലെ ഏറ്റവും വലിയ ലീക്കേജ്. ഞാൻ 2001 ആദ്യമായി MLA ആയ സമയത്ത് കൊച്ചി നഗരത്തിലൊരു പദ്ധതി നടക്കുന്നുണ്ട്, ഒരു ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ്. 36 കോടി, അന്നത്തെ 36 കോടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു 500 കോടിക്ക് തുല്യമാണ്. 98 തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ ഒരു ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റുമായിട്ട് എപ്പോഴും ആ മീറ്റിങ്ങിന് പോകും. അപ്പോൾ അവിടുത്തെ സീനിയേഴ്സ് MLAs ആദ്യം സംസാരിക്കും. ഞാൻ ജൂനിയർ ആയതുകൊണ്ട് എൻ്റെ പ്രോജക്റ്റ് രണ്ടാമതാണ് ചർച്ച ചെയ്യുന്നത്. 36 കോടി രൂപയുടെ 3 വർഷം കൊണ്ട് തീരേണ്ട പ്രോജക്റ്റ് 98 തുടങ്ങിയിട്ട് 2010 തീർന്നത്. 36 കോടി രൂപയുടെ ഇത് തീർന്നപ്പോൾ 172 കോടിയായി. ആരുടെ പൈസയാണ് പോയത്? ഞാൻ ചോദിച്ചു നിയമസഭയിൽ, ആരുടെ പൈസയാണ് പോയത്? ഞാനും നിങ്ങളും എല്ലാവരും നികുതി അടയ്ക്കുന്ന പണത്തിൽ നിന്നാണ് അത് പോയത്. ആർക്കെങ്കിലും എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ? ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല. 1-2 വർഷം നമ്മളൊരു പ്രോജക്റ്റിൻ്റെ പീരീഡ് തീരുമാനിച്ചാൽ സ്ഥലം ഏറ്റെടുത്ത് കോൺട്രാക്ടർക്ക് കൊടുക്കുമ്പോൾ തന്നെ 2 വർഷമുണ്ട്. അപ്പോൾ കോൺട്രാക്ടർ രക്ഷപ്പെട്ടു. ആർബിട്രേഷൻ പോയി കഴിയുമ്പോൾ കോൺട്രാക്ടർക്ക് പറയാം 2 വർഷമായിരുന്നു പീരീഡ്. ഐ ആം സോറി, 2 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ലാൻഡ് വിട്ട് കിട്ടിയത്. 2 വർഷം കഴിഞ്ഞാലും കിട്ടാറില്ല.
പക്ഷേ ഞാൻ ഇപ്പോഴും പബ്ലിക് സെക്ടറിനെ പ്രൈവറ്റ് സെക്ടറിനെ കമ്പയർ ചെയ്തു. ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഒരു CEO ഒരു മാനേജറോട് പറയുകയാണ്, ഒരു വർഷത്തിനകം ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. 366 ദിവസം അയാളത് തീർത്തില്ലെങ്കിൽ എന്താ പറയുക, അയാളെ ഫയർ ചെയ്യും, ഫയർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അയാൾ 300 ദിവസം കഴിയുമ്പോൾ തന്നെ തീർക്കും. 365 ദിവസത്തിലേക്ക് പോകില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നമില്ല, നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം കുഴപ്പമല്ല, നമ്മുടെ ഒരു കൾച്ചറാണ്. ആ കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതുകൊണ്ടൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടാകുക ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ നമ്മൾ അപ്പം തന്നെ കൊളറ പിടിക്കും. പബ്ലിക് സെക്ടർ ഭയങ്കര സംഭവമുള്ള പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എത്ര എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് കേരളത്തിൽ? ഓരോ വർഷവും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് പാസ്സായി ഇറങ്ങും. ഏതെങ്കിലും ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും പബ്ലിക് സെക്ടർ ഉണ്ട്? ഇത് ഞാൻ പറയും, അപ്പം തന്നെ പറയും ഞാൻ സ്വകാര്യവൽക്കരണത്തിൻ്റെ ആളാണ്, നവ ലിബറൽ ആശയങ്ങളുടെ ആളാണ്, ഭയങ്കര കുഴപ്പമെന്ന് പറയും. ഞാനൊരു ബജറ്റിൽ ഒരു പബ്ലിക് സെക്ടറും കൂട്ടുമെന്ന് പറഞ്ഞിട്ടില്ല. പബ്ലിക് സെക്ടർ ഇങ്ങനെ വെള്ളാലകളായി മാറാൻ പാടില്ല. ജനത്തിൻ്റെ നികുതി പണം എല്ലാ വർഷവും കൊടുത്ത് അവരെങ്ങനെ തടിച്ചു തീർക്കുകയും ചെയ്യാനും പാടില്ല. ഒരു സ്ഥലത്ത് ഒരു അപ്പോയിൻമെന്റ് പോലും നടക്കുന്നില്ല. എല്ലാവരും കോൺട്രാക്ച്വൽ ലേബേഴ്സാണ്. ഒരാളെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നുകിൽ അത് നന്നാകുക, സ്വയം നന്നാകുക അല്ലേ. നന്നാകാനുള്ള വഴികൾ നമ്മൾ ചെയ്തു കൊടുക്കുക. നമ്മൾ മനസ്സിലാക്കാത്തൊരു വളരെ വലിയ പോയിന്റ്, സ്റ്റഡി ചെയ്യാത്തൊരു പോയിന്റ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് ആണ് കേരളത്തിൽ. ഞാനിന്ന് സംസാരിച്ചു. അതായത് കേരളത്തിൻ്റെ പോപ്പുലേഷനിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല, പഠിച്ചിട്ടില്ല. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് യങ്സ്റ്റേഴ്സ് ആണല്ലോ. 60-65% അതായിരുന്നു. ആ പോപ്പുലേഷൻ തിന്നാവുകയാണ്. മെജോറിറ്റി നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുതലാണ് മലയാളിയല്ല, മറ്റു സ്ഥലത്തുകൊണ്ട്. പക്ഷെ നമ്മുടെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി. അത് വലുതാവുകയാണ്. അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്തായിരിക്കും? ഈ തിൻ പോപ്പുലേഷനും ഈ വലിയ പോപ്പുലേഷനും തമ്മിൽ നമ്മുടെ ഒരു സ്വഭാവം റിട്ടയർ ചെയ്താലുള്ള പൊതു സ്വഭാവം എല്ലാവരുടെയും ഇല്ല. 56-57 വയസ്സിൽ റിട്ടയർ ചെയ്ത ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. റിട്ടയർ ചെയ്ത ആളുകളെ വീട്ടുകാർ കൊണ്ടുപോയാകും, ഈ കൂട്ടുകാർ കൊണ്ടുപോയി ആക്കും എല്ലാവരും. അപ്പോൾ വീട്ടുകാർ നെഞ്ചത്തിടിച്ച് നിലവിളിക്കും. ഞാൻ ഇപ്പം ഇല്ല, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയാം, അതോടുകൂടി ജീവിതം തീർന്നെന്നാണ്. എന്നിട്ട് ആ ആണുങ്ങളാണെങ്കിൽ ആ ചാരികസേലയിലേക്ക് കയറും. ആ ചാരികസേലയിൽ ഇരുന്ന റോട്ടിൽ കൂടി പോകുന്ന അസുഖം കൂടി വരും, ലൈഫ് സ്റ്റൈൽ ഡിസീസ്. സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലേക്ക് മടങ്ങും. അപ്പൊ പെട്ടെന്ന് ഒന്നും ചെയ്യില്ല. ഇപ്പൊ പിന്നെ കുറെ പഞ്ചായത്ത് ഇലക്ഷനും മുനിസിപ്പാലിറ്റി ഇലക്ഷനും ഒക്കെ മത്സരിച്ച് പുറത്തേക്കൊക്കെ വരുന്നുണ്ട്, കുറച്ച് കൾച്ചറൽ പരിപാടിയൊക്കെ വരുന്നുണ്ട്. പക്ഷേ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതം അവസാനിച്ചു എന്നുള്ള കൺസെപ്റ്റ് ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സീനിയർ സിറ്റിസൺസിന് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഇറ്റ്സ് നോട്ട് എ വെൽഫെയർ പ്രോജക്റ്റ്. പ്രായമായാൽ റിട്ടയർ ചെയ്തവർക്ക് വെൽഫെയർ ചെയ്യാനുള്ള പ്രോജക്റ്റ് അല്ല, അത് സിൽവർ ഇക്കോണമിയാണ്. അതിൽ അവരെ ക്രിയേറ്റീവ് ആക്കുക. നമ്മൾ പറഞ്ഞു ചെറുപ്പക്കാർ വരും, ചെറുപ്പക്കാർക്ക് MSME തുടങ്ങാൻ, സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വരുന്ന ആളുകൾക്ക് നമ്മൾ ഐഡിയാസ് കൊടുക്കും. നമ്മൾ ഐഡിയാസ് നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ അവർ ചിലപ്പോൾ ഒരാൾ മാനേജ്മെൻറ്റ് എക്സ്പേർട്ടായിരിക്കും, മാർക്കറ്റിംഗ് എക്സ്പെർട്ടായിരിക്കും, പക്ഷെ ടെക്നിക്കൽ ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മൾ ടെക്നോ മെൻറ്ററിനെ കൊടുക്കും നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ നിന്ന്. അവർ ചിലപ്പോൾ ടെക്നിക്കലി ബെസ്റ്റ് ആയിരിക്കും, എല്ലാം അറിയാം, മെക്കാനിക്കൽ എഞ്ചിനീയർ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ മാനേജ്മെൻറ്റ് അറിയില്ല, മാർക്കറ്റിംഗ് അറിയില്ല, ഫിനാൻസ് അറിയില്ല, കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവിടെ നമുക്കൊരു മാനേജ്മെൻറ്റ് മെൻറ്ററിനെ കൊടുക്കും, ടെക്നോ മെൻറ്ററിനെ കൊടുക്കും. അപ്പോൾ ഒരു വലിയ ഏജ് ഗ്രൂപ്പും ഈ ചെറിയ ഏജ് ഗ്രൂപ്പും തമ്മിലൊന്നും മെർജ് ചെയ്യുക. ഇവർക്കൊരു ഓണററി ഒക്കെ കിട്ടി, അവർക്കൊരു വരുമാനം ഉണ്ടായി, അവർക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ ഈ ഒരു ജനറേഷനെ, ഈ സിറ്റിസൺസ് എന്ന് പറയുന്ന സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന ഈ ജനറേഷനെ കൺസ്ട്രക്റ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രോഗ്രാം. ജപ്പാനിലെ മാതൃകകളും ഫ്ലോറിഡയിലെ മാതൃകയൊക്കെ പഠിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. സിൽവർ ഇക്കോണമി മനസ്സിലായല്ലേ? സിൽവർ എല്ലാവരും കറുപ്പിച്ച് വെച്ചേക്കളാണ്. ഇപ്പൊ സിൽവർ എന്ന് പറഞ്ഞില്ല, സിൽവർ ഇക്കോണമി. അത് രണ്ടിനെയും തമ്മിൽ നമ്മളൊന്നും ചെയ്യണം. പിന്നെ നമ്മുടെ പോപ്പുലേഷനിൽ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ അല്ലെ, ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡിൽ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ,
ഭയങ്കര കോഴ്സുകളാണ്. ഞാൻ പഠിക്കുമ്പോഴുള്ള കോഴ്സാണ് 40 കൊല്ലം കഴിഞ്ഞിട്ടുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ആർക്കും വേണ്ട. ആ കോഴ്സൊന്നും പഠിച്ചു പോയിട്ടൊരു കാര്യമില്ല. കുട്ടികൾക്ക് അറിയാം. ഞാൻ അവരെ പോകുന്നതിനെ കുറ്റപ്പെടുത്താത്ത അതുകൊണ്ടാണ്. പോകുന്നതിന് ഏത് കോഴ്സ് ഒന്ന് ഇത്ര മാത്രം നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ലോകത്ത്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഉണ്ട്, നാളെ പുതിയ അറിവൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതെന്ത് ഫാസ്റ്റായിട്ടാണ് വരുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സബ്ജക്റ്റ് കോളേജിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുക. ഞാൻ നിർത്തുന്നപ്പോൾ പറഞ്ഞേക്കണേ, ഔട്ട്ഡേറ്റഡ് ആവുകയാണ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ. അത്രയും അപ്പൊ നോളജ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച് എല്ലാ ഏജ് ഗ്രൂപ്പിലും, അല്ലേ? ഏറ്റവും വലിയ ചാലഞ്ച് അതാണ്. അപ്പോഴും ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടിരിക്കുക. നമ്മൾ അതിനൊരു കൺസെപ്റ്റ് പറയും, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. കാരണം നേച്ചർ ഓഫ് ജോബ്സ് ഹാവ് ബീൻ ചേഞ്ചിങ്, ഇല്ലേ? വളരെ വേഗത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നിങ്ങളെപ്പോലുള്ള ആളുകൾ വേണം ഞങ്ങളെ സഹായിക്കുക. ഓരോ സെക്ടറിലും നമ്മൾ ഈ വാച്ച് ടവറിലെ ആളുകളുണ്ടാവും. അവര് ഈ ജോബ്സിന്റെ നേച്ചർ മാറുന്നതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യണം ഗവൺമെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യാനുള്ള പരിപാടി ചെയ്ത് പുതിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യും. യൂണിവേഴ്സിറ്റികളിൽ, കോളേജുകളിൽ, എല്ലാ സ്ഥലത്തും. യൂണിവേഴ്സിറ്റികളിലൊക്കെ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം. അക്കാഡമിക് കാര്യം വെച്ചുള്ള എല്ലാ ചർച്ചയും അത് മാത്രം ചർച്ച ചെയ്യില്ല. ജീവനക്കാരുടെ ശമ്പളം, അധ്യാപകരുടെ ശമ്പളം, ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാൻസ്ഫർ, ഗവർണറുമായിട്ടുള്ള തർക്കം, മറ്റേ ഒരുപാട് കാര്യം. അക്കാഡമിക് കാര്യം മിണ്ടൂല. ഒറ്റ യൂണിവേഴ്സിറ്റിയിലും ചർച്ചയില്ല. അത് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളാണ് യൂണിവേഴ്സിറ്റികൾ നടക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി. ഹയർ എഡ്യൂക്കേഷൻ നല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് കേരള നോളജ് വാലി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഇക്കണോമിക് മോഡൽ ഉണ്ട്, അതിനകത്ത് നടക്കും. വലിയ പൈസ ചിലവില്ലാതെ നടത്താനുള്ള ഒരു ഇക്കണോമിക് മോഡൽ ഉണ്ട്. ലെഗസി യൂണിവേഴ്സിറ്റീസിനെ ഇൻവൈറ്റ് ചെയ്യുക. അവർ വന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സും ഹാർവാർഡും കേംബ്രിഡ്ജും സെയിന്റ് ആൻഡ്രൂസും ഒക്കെ ക്യാമ്പസ് തുറക്കട്ടെ. വരും നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് കൊടുത്ത് അവർ വരും. വന്നിട്ട് നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കട്ടെ. ഞാനൊരു കാര്യം പറയാം, കേരള ഈസ് വെരി പുവർ, പക്ഷെ കേരള ഈസ് ആർ നോട്ട് പുവർ. അവർ മക്കളെ പഠിപ്പിച്ചോളും. സ്റ്റേറ്റിനെ പുറത്തു നിന്നും കുട്ടികൾ പഠിക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കാൻ പറ്റിയ കേരളത്തേക്കാൾ നല്ല സ്ഥലം പറയുന്നത്. നല്ല ക്ലൈമറ്റ്, പൊതുവെ ലോ ആൻഡ് ഓർഡർ ഒന്നും വലിയ പ്രോബ്ലം ഇല്ല, അല്ലേ? ആളുകൾക്ക് സമാധാനത്തോടുകൂടി മക്കളെ വിടാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹെൽത്തും അതുപോലെ തന്നെയാണ്. ഹെൽത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറഞ്ഞ് ഗമേടിച്ച് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ ഒരു കട്ടിൽ 3 പേരെ കാണും. കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷനാണ് ഗവൺമെന്റിനെതിരായിട്ട്. കട്ടിലിൽ നിന്ന് വീണ ഒരാൾ മരിച്ചിട്ടുണ്ട്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഞാനതിനെ തമാശയായിട്ട് പറയാനല്ല, സങ്കടകരമായ കാര്യമാണ്. അപ്പൊ രണ്ടാമത് പഠിച്ചേക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് വെറുതെ ഇട്ടേക്കുക ഫ്രീ ആയിട്ട്. പണി തീർന്നിട്ട് 2 കൊല്ലം. അവിടെ കട്ടിലിൽ 3 പേരാണ്. തൊട്ടപ്പുറത്ത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉള്ളൂരിലെ മെഡിക്കൽ കോളേജ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസാണ്. ഇതുപോലത്തെ തീരുമാനങ്ങൾ എടുക്കുക, തീരുമാനങ്ങൾ നടപ്പാക്കുക, ഒരു ടൈം ഫ്രെയിം ഉണ്ടാക്കി നടപ്പാക്കുക. പിന്നെ നമ്മൾ എപ്പോഴും പറയും ഡാറ്റ ഡ്രിവൺ ആണെന്ന് പറയും. ഡാറ്റ ഡ്രിവൺ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ കമ്പ്യൂട്ടറോടെ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞത്. എന്താണ് സംഭവം എന്നറിയാം. ഇന്നത്തെ കാലത്തെ ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് എന്താണ്? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 CMO ആക്കി മാറ്റണമെന്നാണ്. CM's ഓഫീസ് എവിടെ എന്ത് നടന്നാലും അറിയണം. ഞാൻ പറഞ്ഞു ഒരു 500 കോടി രൂപയിൽ മീതയുള്ള ഒരു ഇൻവെസ്റ്റർ കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ അയാളുമായിട്ട് ചർച്ച നടത്തി നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ ഒരു ഗോ അഹെഡ് പറയില്ലേ, വിത്തിൻ 1 month എല്ലാം ക്ലിയർ ചെയ്യും. അപ്പം നമ്മൾ അറിയണം. 1 മാസം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് അയാളുടെ സ്ഥിതി എന്താണ്, അത് നാട് വിട്ടു പോയോ അല്ലെങ്കിൽ ഓടിപ്പോയ വഴിയിൽ പുല്ലുപോലും ഉണ്ടായോ അത് വിട്ടോന്നൊന്നും അറിയണ്ടേ? അതല്ല, എല്ലാ ദിവസവും അയാൾ പോകുന്നത് അവിടെ വാച്ച് ചെയ്യും. അയാളുടെ GST ക്ലിയറൻസ് ക്ലിയർ ആയോ, LSTD ക്ലിയറൻസ് ആയോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് ആയോ, ഏതെങ്കിലും പഞ്ചായത്തിലെ ക്ലർക്ക് ഇത് പിടിച്ചു വെച്ചിട്ടുണ്ടോ, അതൊക്കെ അന്വേഷിക്കണ്ടേ? ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട്. നമ്മൾ കുറേ കേസുകൾ അങ്ങനെ ഗൗരവമായി ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്നൊരു മെസ്സേജ് പോകും കൃത്യമായിട്ട്. പഴയ പോലെ ഒരു മിലിറ്റൻസി ഒന്നുമില്ല. ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്തുണ്ടായിരുന്ന ആളാണ്. 20 years ആയിട്ട്. കഴിഞ്ഞ ദിവസമാണ് 10-40 യൂണിയൻ റിസൈൻ ചെയ്തു. ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നത് എന്താ പറയുക, you work hard, make the company profitable, then we will bargain for you in the table. You will get the due share of the profit of the company.
ഞങ്ങളാണ് കൊണ്ടുവന്നത്, ഞങ്ങളുടെ ജനറേഷനാണ് പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ വിഷയമാണ്. ഇപ്പോൾ ഓരോ 4 വർഷം 5 വർഷം കഴിയുമ്പോഴുള്ള LTS നടക്കുമ്പോൾ 10,000 മുതൽ 15,000 രൂപ വരെയാണ് അവരുടെ ഇൻക്രീസ്. അവർ ഹാപ്പിയാണ്. ഞാൻ ടേബിളിൽ ആദ്യം ചോദിക്കുന്നത്, കമ്പനി ഓണേഴ്സ് മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ലേബേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടാകുന്നു? ഒരു കംപ്ലൈൻറ്റും ഇല്ല, അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നതാണ്. അവർ അടുത്ത പ്രാവശ്യം ഇത് കൂട്ടും, പ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ ഇവർ റെഡിയാണ് പ്രൊഡക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ. കാരണം എന്താ, പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കൂടുതൽ കിട്ടുമെന്ന് പറയാ. പണ്ടാണെങ്കിൽ പ്രൊഡക്ഷൻ 10 ടൺ 11 ടണ്ണാക്കാൻ സമ്മതിക്കില്ല. പണ്ട് നമ്മുടെ കൊച്ചിയിലൊരു കമ്പനിയിൽ ക്യാൻറ്റീനിലെ പപ്പടത്തിന്റെ വട്ടം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് സമരം ചെയ്തു. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിലെ പപ്പടത്തിന്റെ സൈസ് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് സമരം ചെയ്ത കേരളമാണ്. അവിടെ നിന്ന് മാറി ഞാൻ ഒരു 30-40 കമ്പനികളിലെ പബ്ലിക് സെക്ടർ, സെൻട്രൽ പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിലായിരുന്നു. ഒറ്റ കമ്പനിയിൽ സമരം ചെയ്തിട്ടില്ല കഴിഞ്ഞ 15 കൊല്ലത്തിനിടയിൽ. പിന്നെ ഞാൻ ഭയങ്കര അഭിമാനത്തോട് പറയുന്ന കാര്യം, കേരളത്തിൽ ഒരു ഹർത്താലും ബന്ധും നടത്താത്ത ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടെ. ആദ്യത്തെ പ്രതിപക്ഷം ഭയങ്കര സംഭവമല്ലേ, നാഷണൽ സ്ട്രൈക്ക് ഡൽഹിയിൽ പ്രഖ്യാപിക്കും, ബോംബെയിൽ പ്രഖ്യാപിക്കും. പക്ഷെ ഇവിടെ ഹർത്താലും ബന്ധുവാണ്. തമിഴ്നാട്ടിൽ പോയി ഇങ്ങനൊരു കാര്യം ആരും അറിഞ്ഞിട്ടില്ല. കർണാടകത്തിൽ ആർക്കും അറിയില്ല, ഡൽഹിയിൽ അറിയ പോലുമില്ല, മഹാരാഷ്ട്രയിൽ ആരും അറിയില്ല. ഇപ്പം അപ്പം തന്നെ റോട്ടിലേക്കാണ്. അതൊക്കെ നമുക്ക് അവസാനിപ്പിക്കണം, അതൊക്കെ അവസാനിപ്പിക്കണം. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാറ്റം വരുത്തുന്നത്. കുറേ ഇക്കണോമിക് പിന്നെ വേറൊരു അഹങ്കാരം, റെമിറ്റൻസ് ഇക്കോണമി. ഇറ്റ് ഈസ് അവർ ബാക്ക്ബോൺ ഓഫ് അവർ ഇക്കോണമി, റെമിറ്റൻസ്. എന്നിട്ട് വല്ല പ്രയോജനമുണ്ട്? അത് ഏത് വഴിക്കാണ് പോകുന്നത്, എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന് വല്ല ഐഡിയ. ആ റെമിറ്റൻസ് എക്കോണമി ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. വലിയ വലിയ പണമുള്ള NRIക്കാരൊക്കെ ഇവിടേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം, അതല്ല ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾക്കൊരു ഇക്കണോമിക് മോഡൽ, ഒരു വലിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോകും. ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പോകും. ഗവൺമെന്റ് ലാൻഡ് കൊടുക്കും. ലാൻഡാണ് വേറെ കാശില്ലല്ലോ, ലാൻഡാണ് ഗവൺമെന്റിന്റെ ഇക്വിറ്റി. ബാക്കിയുള്ളത് ഞാൻ പറയുന്നത് ഇടത്തരക്കാരായ സാധാരണക്കാരായ പ്രവാസികൾ ഒരു 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ അതിൽ ഷെയർ ആയിക്കോട്ടെ, സിയാൽ മോഡലിൽ ഷെയർ ആയിക്കോട്ടെ. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഈ 25,000 രൂപ ഒരു 2.5 ലക്ഷം രൂപ വാല്യൂള്ള ഷെയർ ആവില്ലേ? 5 ഇപ്പം സിയാലിൻ്റെ ഷെയറിൻ്റെ വാല്യൂ എത്ര? 5 ലക്ഷം രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് 25-50 ലക്ഷം രൂപ വാല്യൂ. അവർ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല. ആ പൈസ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യണം. നമുക്ക് ഒരു പ്രോജക്റ്റിൽ ഒരാളുടെ പൈസ വേണ്ടി വരില്ല, അത്രയും പൈസ അവിടെ നിന്ന് വരും. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയാൽ മതി. നമ്മൾ അതിന് കാശ് പോവില്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മതി. അത് വന്നാൽ നമുക്ക് നന്നായിട്ട് വരും. ഇപ്പോൾ എന്താ പറയുക, റെമിറ്റൻസിനേക്കാൾ വലിയ പ്രശ്നം റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട്. കേരളം പഠിച്ചിട്ടുണ്ടോ? 4 മില്യൺ എന്നാണ് കണക്ക്, പക്ഷെ എൻ്റെ കണക്ക് 5 മില്യൺ എന്നുള്ള കരം. അത് ഇതിൻ്റെ ഈ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നു. അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകൾ, ജോലിക്കാർ, അവർ കണ്ടിട്ടുണ്ട്. അവർ സ്പെൻഡ് ചെയ്യില്ല പൈസ. 3 സാധനം മേടിക്കുന്നുണ്ട്. 1 ഉള്ളി, 2 ദാല്, 2 ഗോതമ്പ്. പിന്നെ മറ്റൊരു കഴിക്കുന്നവർ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യുക. ആകെ സ്പെൻഡ് ചെയ്യുന്ന ഭാവങ്ങളാണ് ഇത് അടിക്കുന്നവർ. അതിവിടെ കാശാണല്ലോ, നല്ല മറ്റേ ഭയങ്കര ടാക്സ് ആയതുകൊണ്ട് 251% ടാക്സ് ആയതുകൊണ്ട് അവരുടെ ആ കാശ് കുറെ നമുക്ക് ഗവൺമെന്റിലേക്ക് വരുന്നുണ്ട്. അതൊരു 20% ബാക്കി 80% ശനിയാഴ്ച, സാധാരണ ഒരു തിങ്കളാഴ്ച രാവിലെ നിന്നിട്ടായിരുന്നു ഇത് അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവർ ഗൂഗിൾ പേ ഒക്കെ പഠിച്ചുകൊണ്ട് ഗൂഗിൾ പേയിൽ കൂടി അവർ സാലറിയും വന്നുകൊണ്ട് ശനിയാഴ്ച രാത്രി ഇത് കിട്ടുമ്പോൾ തന്നെ അങ്ങോട്ടായി കറക്റ്റായിട്ട് എത്ര കോടി രൂപ കേരളത്തിൽ നിന്ന് റിവേഴ്സ് റെമിറ്റൻസ് ആയി പോകുന്നു. ഒറ്റ ഉദാഹരണം, ഒരു 15 കൊല്ലം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു 100 കോടി രൂപയുടെ ബിൽഡിംഗ് വന്നിരുന്നു എന്ന് വിചാരിക്കും. ഞാൻ കരുതുന്നത് 40-50% ലേബർ ചാർജായിട്ട് ട്രിവാൻഡ്രം സിറ്റിക്കകത്തും സബേർബ്സിലുള്ള ലേബേഴ്സിൻ്റെ വീട്ടിലേക്ക് ആ പൈസ പോകുക. അതായത് ആ പണം ഇവിടെ തന്നെ ഉണ്ടാവുകയാണ്. മണി വാസ് ഇൻ സർക്കുലേഷൻ അല്ലേ? അത് ഇവിടുത്തെ പലചരക്കടയിലും തുണിക്കടയിലും സ്വർണ്ണക്കടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെലവഴിക്കപ്പെടുമായിരുന്നു. ഇപ്പം ആ 40-50% എങ്ങോട്ടാ പോകണം? 1 രൂപ പോലും ഇവിടെ ഇല്ല. കാരണം ഒറ്റ പണിക്കാരില്ല, നമ്മളെ പണിയൊന്നും ചെയ്യില്ല, നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അത് നമ്മുടെ ഇക്കോണമിയെ ഏതെല്ലാം തരത്തിൽ ബാധിച്ചിട്ടുണ്ട് കേരളം ചർച്ച ചെയ്തിട്ടില്ല.
ഈ റിവേഴ്സ് റെമിറ്റൻസിനെ കുറിച്ചും ഈ ഡെമോഗ്രാഫിക് ചേഞ്ചസിനെ കുറിച്ചും കേരളം ചർച്ച ചെയ്തിട്ടില്ല. ഇതിനെല്ലാം ബേസ് ചെയ്ത് വേണം നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് നമുക്ക് ചെയ്യാൻ. ഇല്ലെങ്കിൽ ഇതിന് അടിത്തറയുണ്ടാവില്ല നമ്മുടെ പ്ലാൻസ്. മറ്റതുപോലെ ആവും, ഐഡിയാസ് മാത്രമായിട്ട് കിടക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒരു വാക്ക് തരികയാണ്, ഇതിൻ്റെ മുഴുവൻ ആർട്ടിക്കിളും ഞാൻ വായിക്കും, എല്ലാ എസ്ഐസും ഞാൻ വായിക്കും. നമുക്കത് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കെല്ലാം നല്ല ഒരു ഗൈഡൻസ് തരാൻ പറ്റുന്ന അനുഭവത്തിൽ നിന്നാണ്. ഇതിലെ സോമനാഥ് സാറിൻ്റെ ഇത് ഞാൻ വായിച്ചു, നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ. അതിനകത്ത് ഒരു നല്ല സാധനം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന അധികാരികൾ അവർക്കെതിരായിട്ടൊരു ആക്ഷേപം വന്നാൽ അവർക്കത് അതേപോലെ തന്നെ മറുപടി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലേ? ഇപ്പം എനിക്കെതിരെ വന്നാൽ എനിക്ക് അസംബ്ലിയിൽ അപ്പം തന്നെ ചുട്ട മറുപടി കൊടുക്കാൻ പറ്റുമല്ലോ. എല്ലാവർക്കും മറുപടി കൊടുക്കാം. എല്ലാ സെക്ടറിലുള്ള ആളുകൾക്കും എല്ലാ പൗരന്മാർക്കും മറുപടി കൊടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ബ്യൂറോക്രസിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അവർക്കെതിരായിട്ട് ഒരു ആക്ഷേപം വന്നാൽ അവർക്ക് മറുപടി പറയാൻ പോലും പറ്റാത്ത ഒരവസരമുണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ആയി കഴിഞ്ഞ ഉടനെ ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ കേരള കേഡറിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു ചേർത്തു. ഞങ്ങൾ 2 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ ഈ ജോയിന്റ് സെക്രട്ടറി ഒക്കെ ആണെങ്കിൽ 3 വർഷത്തെ സർവീസ് വേണം, പ്രൊമോഷൻ കിട്ടണമെങ്കിൽ കമ്പൽസറി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നില്ല. അപ്പം നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, നമ്മൾ നോക്കാം, ശ്രദ്ധിച്ചോളാം. ഞാൻ ഇവിടെയുള്ള സെക്രട്ടറിമാരുടെയൊക്കെ മീറ്റിംഗ് വിളിച്ചുകൊണ്ടിപ്പോൾ ഞാൻ ഒരു കാര്യം, ഇൻ ഗുഡ് ഫെയ്ത്ത് നിങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും പൂർണ്ണമായി പ്രൊട്ടക്ട്. നിങ്ങൾ അപകടത്തിലാകുമ്പോൾ ഞങ്ങൾ കൈകഴുകി മാറില്ല. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാവിലെ 10 മണി തൊട്ട് 11 മണി വരെ ഉദ്യോഗസ്ഥരായ നിങ്ങൾക്ക് സംസാരിക്കാൻ, ഒറ്റയ്ക്ക് വന്ന് സംസാരിക്കാൻ തുറന്നിട്ടിരിക്കുക. തലേദിവസം ഒന്ന് പറഞ്ഞാൽ മതി, രാവിലെ വരുന്നത്. അതനുസരിച്ച് നിങ്ങളുടെ 5 മിനിറ്റ് പോലും കളയാതെ നിങ്ങളുടെ എന്ത് പരാതിയും നേരിട്ട് സംസാരിക്കും. അവർ പറയണ കേൾക്കണം, അവരുടെ വിഷമം കേൾക്കണം, അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കണം. അവർക്കൊരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണ് എന്ന് ആരും റിസ്ക് എടുക്കുന്നില്ല. എന്തിനാ റിസ്ക് എടുക്കണം? വെറുതെ എന്തിനാ കോൺട്രവേഴ്സി പോയി ചാടണം? വെറുതെ എന്തിനാ പേര് ചീത്തയാക്കണം? അതങ്ങനെ പോട്ടെ, അതങ്ങനെ പോയിക്കോട്ടെ. ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരുപോലെയാണ്. അങ്ങനെ ഇത് ഒരാൾക്ക് ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല ഭാഷ പഠിക്കുന്നുണ്ട്, അത് ചെയ്തോളെ ഇത് ചെയ്തോളെ. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു ബിൽഡ് എ ടീം. ആ ടീമാണ്, ആ ടീമിൻ്റെ പാർട്ടാണ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ. ഞാൻ നിങ്ങളെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ് ആ ടീമിലേക്ക്. നിങ്ങൾ ഏറ്റവും പരിചയസമ്പന്നരായ, അനുഭവസമ്പന്നരായ, പരിണതപ്രജ്ഞരായ ആളുകൾ, ഓരോ മേഖലയെക്കുറിച്ചും കൃത്യമായി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അറിയാവുന്ന ആളുകൾ. ഞാൻ ധനകാര്യമന്ത്രിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം, ഈ ഫിനാൻസിൻ്റെ എല്ലാ നൂലമാലകളും, എല്ലാ കുഴപ്പത്തിൻ്റെയും ഒരു കേന്ദ്ര സ്ഥാനം ഫിനാൻസ് കൂടിയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ പരിപാടിയും ഉഴക്കുന്നതും എല്ലാ പരിപാടിയും അട്ടിമറിക്കുന്നതുമായ വലിയ പങ്കുവഹിക്കുന്ന ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. അതുൾപ്പെടെ ഇരുന്ന ആളുകളാണ് നിങ്ങൾ. നമുക്കൊരു നല്ല ടീം ബിൽഡ് ചെയ്യണം. കേരളത്തിൽ ഒരുപാട് നമുക്ക് മാറ്റമുണ്ടാകും. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ പോകും, നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനും ഭയങ്കര നമുക്ക് എന്താണ്, ഞാൻ ഒരു പൈസ ടാക്സ് കൂട്ടിയില്ല. അതല്ല എൻ്റെ നമുക്ക് നല്ല ഫിനാൻസ് മാനേജ്മെന്റ് വേണം, അല്ലേ? ടാക്സ് സ്ട്രക്ചർ, ടാക്സ് അഡ്മിനിസ്ട്രേഷൻ പക്കായിരിക്കും. 3 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്ചക്കറിൻ്റെ ലീക്കേജ് അടയ്ക്കും. 4-മത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യണം. ഇക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ്, ആക്ടിവിറ്റീസ്. അതുകൊണ്ടാണ് എൻ്റെ ഡ്രീം പ്രോജക്റ്റ് ഈ 2 അന്താരാഷ്ട്ര തുറമുഖങ്ങളും ഒരു കണ്ടെയ്നർ ടെർമിനലും 17 മിനി തുറമുഖങ്ങളുള്ള കേരളത്തെ ഒരു പോർട്ട് സിറ്റിയാക്കി മാറ്റണം. ഞങ്ങൾ അതിനകത്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രോജക്റ്റുകൾ റെഡിയാണ്. അത് മാറിയാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും. എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവും. എക്സ്ചക്കർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. നമുക്ക് ടൂറിസം സാധ്യതകൾ വർദ്ധിക്കും. കാരണം തൊട്ടിപ്പുറത്ത് ബാക്ക് വാട്ടറാണ്, അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. വളരെ ചെറിയ പ്രോക്സിമിറ്റിയിലാണ് കേരളം. നമ്മുടെ ജോഗ്രഫിക്ക് ചില പ്രത്യേകതകളുണ്ട്, അല്ലേ? ഇതെല്ലാം അടുത്തടുത്താണ്. നമ്മുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. നമുക്ക് സ്ഥലമില്ല എന്നുള്ളതാണ്. അതിനൊരു ലാൻഡ് മാനേജ്മെൻറ്റ്. ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്.
വെറുതെ കിടക്കുകയാണ്. ആരും കൊടുക്കൂല, ആർക്കും. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റിന് പോലും കൊടുക്കൂല. തർക്കമാണ്. ചേട്ടനും അനിയനും തമ്മിൽ പൂപ്പടത്തെക്കുറിച്ച്, അതിർത്തിയിൽ നിൽക്കുന്ന പൂപ്പടത്തെക്കുറിച്ച് ഒരമ്മ മറ്റു 2 മക്കളും തമ്മിൽ തർക്കിക്കുന്നുണ്ടല്ലേ ചില സിവിൽ കേസ്. അതുപോലെയാണ് 2 ഡിപ്പാർട്ട്മെന്റ് കൊടുക്കൂല. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം വന്നാൽ ഈ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കൂല. അങ്ങനെയൊക്കെ കിടക്കുന്നതാണ്. അതിനൊക്കെ നമുക്കൊരു ലാൻഡ് മാനേജ്മെന്റ് പോളിസി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ 4 ഇന്റർനാഷണൽ എയർപോർട്ട് ഇത്രയും ചെറിയ പ്രോക്സിമിറ്റിക്കകത്ത് എവിടെയാണുള്ളത്? ഒരു സ്ഥലത്തും ഇല്ല. അപ്പൊ നമുക്ക് അതിന്റെ ഫ്ലൈറ്റ് പറക്കൽ മാത്രമല്ലല്ലോ, ഏവിയേഷൻ ഹബ്ബാക്കി മാറ്റാനുള്ള 27 ഏവിയേഷൻ പ്രോജക്ട്സ് കൊണ്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ MSMEകളുണ്ട്, ഹയർ എഡ്യൂക്കേഷനിൽ, ഹെൽത്തിൻ്റെ. ഞാൻ ഒറ്റ ഉദാഹരണം, ഞാൻ നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ നൈഫ് വായിച്ചു പുസ്തകം. നൈഫിലൊരു ഭയങ്കര, ഇദ്ദേഹത്തിനെ ഒരു 26 വയസ്സുകാരൻ വന്നിട്ട് 16 കുത്തുകുത്തി, കണ്ണുപോയി, കഴുത്ത് പോയി, ചങ്ക് പോയി, അത് വീണ് പോയി. ചോപ്പറിലാണ് രക്ഷപ്പെടുത്തിയത്. സർവൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് എണീറ്റടക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുവന്നു. റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുവന്ന് ഇയാളെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കോളായി എണീറ്റ് വന്ന് മറ്റേ വിക്ടറി സിറ്റി പബ്ലിഷ് ചെയ്ത് ഈ ബുക്ക് ഇറക്കി. അപ്പോഴാണ് റീഹാബ് സെൻറ്റേഴ്സ് നമുക്കുണ്ടാക്കാൻ പാടില്ലേ? എത്ര പേര് തളർന്നു കിടക്കുന്നു, അവരെ എഴുന്നേൽപ്പിക്കാം. നമുക്ക് പ്രൈവറ്റ് സെക്ടറിലും പബ്ലിക് സെക്ടറിലും ഹോളിസ്റ്റിക് ആയിട്ട് ആയുർവേദവും അലോപ്പതിയും ചേർത്തിട്ട് നമുക്ക് റീഹാബ് സെൻറ്റേഴ്സ് ഉണ്ടാക്കാം. ചില പുസ്തകങ്ങൾ നമുക്ക് ചില ഐഡിയാസ് തരുന്നു. നമുക്കിത് ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ പൗണ്ടും ഡോളറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ചീപ്പാവും. പുറത്തുനിന്നുള്ള ആളുകൾ ധാരാളമായി വരും. നമ്മളിപ്പോൾ ആശുപത്രിയൊക്കെ നടത്തുന്നവരോടൊക്കെ തന്നെ പറഞ്ഞാൽ മതി, നമ്മളെ കത്തിവെക്കുന്ന പോലെ കത്തിവെക്കുന്നത് മാത്രമല്ല. ഞാൻ പറയും എപ്പോഴും, നമ്മളെപ്പോഴും ഈ വെന്റിലേറ്റർ എന്നുള്ള വാക്ക് ഇപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമ്മളെപ്പോഴും പറയും, ഒരു സെക്ടർ തകർന്നു പോയാൽ നമുക്ക് അവർക്ക് വെന്റിലേറ്റർ കൊടുക്കണം. അതായത് ആ പർട്ടിക്കുലർ സിറ്റുവേഷൻ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെന്റിലേറ്റർ കൊടുക്കണം. ഇപ്പൊ വെന്റിലേറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേഷ്യന്റ് വന്നാലേ ഇയാളെ മാറ്റൂല, ഇയാളെ മരിക്കണം, അപ്പോഴേ വെന്റിലേറ്റർ മാറ്റുള്ളൂ. അടുത്ത പേഷ്യന്റ് വന്നു വെന്റിലേറ്റർ എന്നുള്ളതിന്റെ മീനിങ് വരെ പോയി. ആ പരിപാടി ആകരുത്. അത് പുറത്തുനിന്ന് ആളുകൾ സമ്മതിക്കില്ല, അവരത് സമ്മതിക്കില്ല. അവർക്കൊരു ഹെൽത്ത് പ്രോട്ടോക്കോളൊക്കെ ഉള്ള. അപ്പം നമുക്ക് നമ്മുടെ സാധ്യതയുള്ള മേഖലകളെ കണ്ടെത്തി മാറ്റം വേണം. എനിക്ക് നിങ്ങളെല്ലാവരെയും, ഞാനൊരു 90% പോയി, സോറി, നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. ഒരുപാട് ആളുകൾ പരിചയക്കാരാണ്, കുറേ പേരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളവരാണ്. ഒരു നല്ല ടീം നമുക്കിവിടെ ഉണ്ട്. നിങ്ങൾ ഈ ലേഖനങ്ങൾ എഴുതി കേരളത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ടീമിൽ നിങ്ങൾ കൂടി പങ്കാളികളാകണം എന്ന് നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം അദ്ദേഹത്തെ CTP ശ്രീനിവാസ സാറിനെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, എൻ്റെ സംഘാടകരെ ശ്രീകേന്ദ്രനെയും മറ്റുവരെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.